Hello everyone, welcome to Learn with Ken's Million Dollars. So the mutual fund series in the third video ആണ്. Previous video കാണാത്ത ആളുകൾ make sure നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ടാവും. So anyhow, നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് ആപ്ലിക്കേഷനിൽ കയറുകയോ അതല്ല മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഒരു സ്റ്റെപ്പ് അഹെഡായിട്ട് നമ്മൾ തരികയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. എക്വിറ്റിയിൽ, ഡെപ്റ്റിൽ, സൊല്യൂഷൻ ഓറിയൻറ്റഡ് ഫണ്ടുകളായിട്ട്, ഇൻഡെക്സ് ഫണ്ടുകൾ, അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറികൾ, ഇങ്ങനെയൊക്കെ ഫണ്ടുകൾ ഉണ്ടാകുമ്പം ഏത് തരത്തിലാണ് ശരിക്കും നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുക? ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ നമ്മുടെ സൈഡിലുള്ളതാണ്. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതായത് എനിക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും. റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ചേരുക. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഫോക്കസ് ചെയ്യുക. റിസ്ക് എന്ന് പറയുമ്പം വലിയ റിസ്കിൻ്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് ഒരു ലോങ് ടേം, ഒരു 10-20 കൊല്ലത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യങ് ആളുകളാണെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. വളരെ ഷോർട്ട് ടേമിലേക്കാണ് ആലോചിക്കുന്നതെങ്കിൽ ഒരു റിസ്ക് കുറഞ്ഞതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ എത്ര കാലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ സെലക്ഷനെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അത് പേഴ്സണൽ കാര്യങ്ങളാണ്. ഇനി അതല്ലാതെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലേ? അതായത് നമ്മളെ ഹാർഡ് ഏൺഡ് മണിയുടെ ഒരു വലിയ ഭാഗം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്, റൈറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാൻഡറ്ററി തിങ് ആണ്. വേണോ വേണ്ടേന്ന് ചിന്തിക്കേണ്ടതല്ല, നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ടതാണ്. അങ്ങനെയെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരു വലിയ നല്ല ടൂളാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കേണ്ടത് തന്നെയുണ്ട്. നമ്മൾ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന കമ്പനികൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ബേസിക് തിങ് ആണ്. ബേസിക്കായിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കമ്പനിയെ വളരെ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കും. ഇപ്പോൾ HDFC ആണെങ്കിൽ, കോട്ടക് ആണെങ്കിൽ, ആക്സിസ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കമ്പനികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളുടെ ഓവറോൾ പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് കാര്യമാണ്. രണ്ടാമത് NAV, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ വില എന്ത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ മുകളിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിനെ ബ്രൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് 6 ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൽ 6 കാര്യങ്ങളും എന്താണെന്നും അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണമെന്നും ഞാൻ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുതരും. നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ കൺഫ്യൂഷൻസോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ പ്രോപ്പറായിട്ട് ആൻസേഴ്സ് തരുന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഏജ് ഓഫ് ദ ഫണ്ട്. ഈ ഫണ്ട് എത്ര കാലമായി തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. ഓരോ ഫണ്ടുകളും, പുതിയ ഫണ്ടുകൾ, നമുക്ക് സ്റ്റോക്കുകൾ IPO വരുന്നത് പോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ IPO വരുന്നത്, മ്യൂച്വൽ ഫണ്ടുകളിൽ വന്നിട്ട് ഫണ്ട് ഓഫറിങ് വന്നിട്ട് പുതിയ ഫണ്ടുകൾ ഉണ്ടാവും. അതുപോലെ പഴയ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാലങ്ങളുടെ ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ടുകൾ ഉണ്ടാവും. ഫസ്റ്റ് തിങ്, ഏജ് ഓഫ് ദ ഫണ്ട്. ഫണ്ടിൻ്റെ ഏജ് കൂടുതലാണെങ്കിൽ ബെറ്റർ ദ മ്യൂച്വൽ ഫണ്ട്. കുറേ കാലമായി മാനേജ് ചെയ്യുന്ന ഫണ്ടാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബെറ്റർ ആയിരിക്കും. ഹയർ ദി ബെറ്റർ. രണ്ടാമത്തത് AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. എത്ര അസറ്റാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഞാൻ കുറഞ്ഞ ഫണ്ട് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. ശരിക്കും അതെങ്ങനെ നമ്മളെ ബാധിക്കുക? വലിയ ഫണ്ടുകളാണെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ കൂടുതലായിരിക്കും, നമുക്ക് റിസ്ക് വരുന്നത് കുറവായിരിക്കും. AUM കൂടുതലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നല്ലതാണ്. ഹയർ ദി ബെറ്റർ, രണ്ടാമത്തത്. ഇനി മൂന്നാമതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആണ്. ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ഏതൊരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസിൽ അവൈലബിൾ ആണ്. ഒരു പരിധി വരെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹിസ്റ്റോറിക് പെർഫോമൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഫൈനാൻഷ്യലി നോക്കുകയാണെങ്കിൽ. പക്ഷേ സ്റ്റിൽ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആ ഫണ്ടിൻ്റെ മാനേജേഴ്സ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നു എന്നുള്ളതും ആ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് എത്രത്തോളം പോകാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും നമുക്ക് എന്ത് തരും, വളരെ പ്രോപ്പറായിട്ട് തരും. നല്ല പെർഫോമൻസ് ആണെങ്കിൽ നല്ലത്. അത് റിസ്ക്കും റിവാർഡും നോക്കിയിട്ടായിരിക്കണം നമ്മൾ ആ പെർഫോമൻസിനെ അനലൈസ് ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ കാര്യം. ഈ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ആ മ്യൂച്വൽ ഫണ്ട്
ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ, അതായത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, സൈഡിലേക്ക് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് ആവറേജിൽ നിന്ന് എന്നുള്ളതാണ് ചോദ്യം. അതായത് 100 രൂപ എന്ന് പറയുന്നത് ആവറേജ് ആണ് ആ ഒരു ഫണ്ടിൻ്റെ റേറ്റ് എങ്കിൽ അതൊരു 110ലേക്കും പോയിട്ടുണ്ട്, താഴെ 90ലേക്കും പോയിട്ടുണ്ടെന്നാണെങ്കിൽ അതൊരു വോളറ്റൈൽ ഫണ്ടാണ് അല്ലേ. അതല്ല ഇനി കുറഞ്ഞൊരു 110ലേക്ക് പോയിട്ട് പക്ഷേ താഴോട്ട് 95 വരെ പോയിട്ടുള്ളൂ എന്നാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല ഫണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫണ്ടിനെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു റിസ്ക് മെഷറാണ് ആക്ച്വലി. അതായത് ഈ ഫണ്ടിന് എത്രത്തോളം റിസ്ക്കിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൗണ്ടാണ് ശരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തത് വരുന്നത് ഷാർപ്പെ റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഷാർപ്പെ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടല്ല, ഞാൻ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. ഷാർപ്പെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ഫണ്ട് നമുക്ക് എത്ര റിട്ടേൺസ് തരുന്നു എന്തിനപേക്ഷിച്ചുകൊണ്ട്, റിസ്ക് ഇല്ലാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള അസറ്റുകളെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് എത്ര റിട്ടേൺസ് തരുന്നു എന്നുള്ളതാണ് ഷാർപ്പ് റേഷ്യോ പറയുന്നത്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് നമുക്കൊരു 10% റിട്ടേൺസ് തരുന്നുണ്ടെങ്കിൽ FD തരുന്നത് ഒരു 7% റിട്ടേൺസ് ആണെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തത് എക്സ്പെൻസ് റേഷ്യോ ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സ്പെൻസ് റേഷ്യോ എന്താണ് നമ്മൾ പ്രീവിയസ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടിൻ്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഈ മ്യൂച്വൽ ഫണ്ട് അവരുടെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അതായത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1% എക്സ്പെൻസ് റേഷ്യോ ഉള്ളൊരു ഫണ്ടാണെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പം അതിൽ 99 രൂപ മാത്രമേ നമ്മുടേത് ഡിപ്ലോയ് ആവുകയുള്ളൂ. അതിൻ്റെ റിട്ടേൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. എക്സ്പെൻസ് റേഷ്യോ മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം നല്ലതാണ് ഫണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ കൂടുതൽ ഫണ്ട് ഡിപ്ലോയ് ആവും, നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഫണ്ടിൻ്റെ കൂടുതൽ യൂട്ടിലൈസേഷനും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ 6 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മ്യൂച്വൽ ഫണ്ടുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ആസ് എ ഹോൾ വെൻ കമ്പയർസ് വിത്ത് ഇക്വിറ്റി ഒരുപാട് സേഫർ ആസ്പെക്റ്റ് ആണ്. റൈറ്റ്, നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വളരെ ഈസിയാണ്. നമ്മളല്ലാതെ മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജറാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇത്രയും ടെക്നിക്കൽസ് കൂടി നമുക്ക് നോക്കാൻ പറ്റി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് മനസ്സിലാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിനെ ആൻസർ ചെയ്യാം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പെർഫോമൻസ് അനാലിസിസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ആ ഒരു കൊല്ലത്തേക്കോ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് എത്ര പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കാലണ്ടർ റിട്ടേൺ ആണ്. കാലണ്ടർ റിട്ടേൺ എന്ന് പറയുന്നത് എന്താ, ഇയർ ടു ഇയർ, ജനുവരി ടു ജനുവരി എങ്ങനെയാണ് ആ ഒരു ഫണ്ട് പെർഫോം ചെയ്ത് 12% റിട്ടേൺസ് തന്നോ 10% തന്നോ നെഗറ്റീവ് റിട്ടേൺസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന പാരാമീറ്ററാണ് കാലണ്ടർ റിട്ടേൺ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് തിങ്, ഏത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന സാധനം. രണ്ടാമത്തേന്ന് പറയുന്നത് ട്രെയിലിംഗ് റിട്ടേൺസ് ആണ്. ട്രെയിലിംഗ് റിട്ടേൺസ് എന്നൊരു പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ ആണ്. സിമ്പിളായിട്ട് പറയാം, നമ്മളിപ്പോൾ ഉള്ളത് ജൂൺ മന്തിലാണെങ്കിൽ ജൂൺ ടു ജൂൺ എന്ത് റിട്ടേൺ തന്നു. കാരണം മ്യൂച്വൽ ഫണ്ടുകളുടെ വേരിയേഷൻസ് ആൻഡ് ജൂൺ ടു ജൂണും ജൂലൈ ടു ജൂലൈയും മെയ് ടു മെയ്യും ഒക്കെ ഡിഫറെൻറ്റ് റിട്ടേൺസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ട്രെയിലിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പാരാമീറ്റർ തന്നെയാണ്. ഓക്കെ, പിന്നെയുള്ളത് SIP റിട്ടേൺ ആണ്. ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്, ലംസമായിട്ട്, അതായത് ഒരൊറ്റ ഫണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തവണകളായിട്ട് ഇങ്ങനെ മന്ത്ലിയോ വീക്ക്ലിയോ ആയിട്ട് അടച്ചുകൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേൺസും SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കിട്ടുന്ന റിട്ടേൺസും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. SIPയിലായിരിക്കും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം SIPയിൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കുന്നുണ്ട്. ലംസം എന്ന് പറയുന്നത് ഒറ്റ സമയത്ത് നമ്മൾ ഇടുന്ന ഫണ്ട് ആയതുകൊണ്ട് ഒരു പോയിന്റ് റിട്ടേൺ മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. റൈറ്റ്, അപ്പോൾ SIP റിട്ടേണും ഒരു പെർട്ടിക്കുലർ ഫണ്ടിൻ്റെത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ റോളിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നതാണ്. റോളിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു റിട്ടേൺസ്, അതായത് ജനുവരി ടു ജനുവരി എന്ത് തന്നു, ഫെബ്രുവരി ടു ഫെബ്രുവരി എന്ത് തന്നു, മാർച്ച് ടു മാർച്ച് എന്ത് തന്നു, അങ്ങനെ ഓരോ പോയിന്റ് ടു പോയിന്റും എങ്ങനെ തന്നു എന്നുള്ളതും അതിൻ്റെ കൺസിസ്റ്റൻസിയും. കാരണം നമുക്കൊരിക്കലും ഒരു കൊല്ലം 10%, അടുത്ത കൊല്ലം 20%, പിറ്റേത്തെ കൊല്ലം -20% തരുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് വേണ്ട. റൈറ്റ്, മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്, കുറച്ചുകൂടി സേഫ് റിട്ടേൺസിനാണ്. അപ്പം റോളിംഗ് റിട്ടേൺ എന്ന് പറയുന്ന പാരാമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ റോളിംഗ് റിട്ടേൺ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൺസിസ്റ്റൻസിയെ സൂചിപ്പിക്കും. റോളിംഗ് റിട്ടേൺ ഗുഡ് ആണെങ്കിൽ നല്ല കൺസിസ്റ്റൻറ്റ് റിട്ടേൺ തരുന്ന
ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും, അതായത് മ്യൂച്വൽ ഫണ്ടുകൾ. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട പാരാമീറ്റേഴ്സാണ്. ടെക്നിക്കലി എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു ഇമോഷണലി ആണ്. നമ്മുടെ എത്ര റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ, എത്ര റിസ്ക് എടുക്കാൻ പറ്റും, എത്ര കാലത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, ഞാനൊരു 6 മാസത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ 10 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെ മാറ്റാൻ പറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസ്ക് എടുക്കാൻ പറ്റും. കാരണം ലോങ് ടേമിലേക്ക് റിസ്ക്കുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഷോർട്ട് ടേമിലാണെങ്കിൽ റിസ്ക് ഫ്രീ മ്യൂച്വൽ ഫണ്ടുകളെ തിരയുന്നതാണ് നല്ല. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ഈ സൈഡിനെ ക്ലിയർ ചെയ്യുക. അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സും പെർഫോമൻസ് പാരാമീറ്റേഴ്സും നോക്കി വളരെ പ്രോപ്പറായിട്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് സെലക്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. നമുക്ക് എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാം. കാരണം നമ്മൾ പ്രീവിയസ് വീഡിയോ ഒരു ആപ്ലിക്കേഷനിൽ കാണിച്ചതാണ് എങ്ങനെ ചെയ്യണം, KYC ചെയ്യണം, എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. എന്നിട്ട് അതാത് മ്യൂച്വൽ ഫണ്ടിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും എങ്ങനെയാണെന്നും ഇതിലെങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇനി അറിയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പം ഒരാൾ കൂടി ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. നമ്മുടെ പാൻ കാർഡൊക്കെ ലിങ്ക് ചെയ്യുന്നതിനെ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള റിട്ടേൺസ് ഒരു ഇൻകം ആണെന്നും ആ ഇൻകം ബേസ് ചെയ്തുകൊണ്ട് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള നമുക്കറിയാലോ. യെസ്, ഇൻകം ടാക്സ് റിട്ടേൺ, മ്യൂച്വൽ ഫണ്ട് റിട്ടേണുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ ടാക്സബിൾ ആണ്. അത് എങ്ങനെ ചെയ്യണം, ഏതൊക്കെയാണ് ടാക്സ്, ഏതൊക്കെ തരത്തിലാണ് ടാക്സുകൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കമ്മിങ് വീഡിയോയിൽ നോക്കാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്കോ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സീരീസ് ലേൺ വിത്ത് കെൻസ് $1 million ഈ മ്യൂച്വൽ ഫണ്ട് സീരീസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ അതും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്കി അപ്ഡേറ്റ്സും അതുപോലുള്ള പുതിയ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.